കൊടുങ്ങല്ലൂരിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട കരുമാത്ര സ്വദേശി നൌഫലും മാതാവ് റംലത്തുമാണ് അറസ്റ്റിലായത്. ഇരുവർക്കുമെതിരെ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ ചുമത്തി. ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ആത്മഹത്യ ചെയ്യുകയാണെന്നും പറഞ്ഞുള്ള ഫസീലയുടെ വാട്സാപ്പ് സന്ദേശം പുറത്തുവന്നിരുന്നു. 1 വർഷവും 7 മാസവും മുമ്പാണ് ഫസീലയും നൌഫലും തമ്മിലുള്ള വിവാഹം നടന്നത്. ഇരുവർക്കും 10 മാസം പ്രായമായ ഒരു ആൺകുഞ്ഞുണ്ട്. ഫസീല പിന്നെയും ഗർഭിണിയായി. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്താവിന്റെ മാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്നും പറഞ്ഞുള്ള ഫസീലയുടെ വാട്സപ്പ് സന്ദേശം പുറത്തുവന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് ഭർത്താവായ കരുപ്പടന്ന നെടുങ്ങാണത്ത് കുന്നിൽ നൌഫലിന്റെ വീട്ടിൽ വെച്ച് ഫസീല തൂങ്ങി മരിച്ചത്. സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചു. യുവതിക്ക് മുൻപും ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ആശുപത്രിയിലെത്തിയ ഭർത്താവ് നൌഫൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ബന്ധു പറഞ്ഞു. പിന്നീട് വന്നതിനാണ് നമ്മളിതൊക്കെ വിശേഷമായിട്ട് എല്ലാം അറിയണേ. അപ്പോൾ പയ്യൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ചൊരു ചെറിയ അടിപിടി ഉണ്ടായിരുന്നു. കുടുംബക്കാർക്കുള്ള വിഷമം കൊണ്ട് ഇതോ സംസാരിച്ചു പോകും, പറഞ്ഞ വാക്ക് അവർക്ക് പറ്റിയില്ല. അപ്പോൾ അതിൽ ആണ് പിന്നെ പോലീസ് വന്ന് അവനെ കൊണ്ടുപോയത്. ഇതുവരെയാണ് അത് അറിയുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഇവരെല്ലാം അറിയാൻ പറ്റും. അതിനിടയ്ക്ക് ഇവനെ വെച്ച് സംസാരിച്ചു പോകും, പറഞ്ഞു ഞാൻ ചവിട്ടി എന്ന് ഇവൻ പറഞ്ഞത് പറയണത്. ഞാൻ ദൃസാക്ഷിയല്ല. വാട്സാപ്പ് സന്ദേശം ലഭിച്ച് അന്വേഷിച്ചെത്തിയ ബന്ധുക്കളിൽ നിന്ന് നൌഫലും കുടുംബവും ആത്മഹത്യാ വിവരം ആദ്യം മറച്ചുവെച്ചു. തലചുറ്റലിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് നൌഫലിന്റെ വീട്ടുകാർ ആദ്യം പറഞ്ഞത്. പിന്നീടാണ് ആത്മഹത്യയെന്നറിഞ്ഞത്. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളാണ് ആത്മഹത്യ ചെയ്ത ഫസീല. ജനം, തൃശൂർ.